നമസ്കാരം. അമേരിക്കയെ നടുക്കിയ ചാർലി കിർക്കിന്റെ കൊലപാതകത്തിൽ കുറ്റവാളിയെ തേടി പോലീസിന്റെ അന്വേഷണം ഊർജിതം. സംശയത്തിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരെയും ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചിട്ടുണ്ട്. ട്രംപിന്റെ വിശ്വസ്തന്റെ കൊലപാതകത്തിൽ നടുങ്ങിയിരിക്കുകയാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കൊലയാളിയെ കണ്ടെത്താൻ അന്വേഷണം പുരോഗമിക്കുകയാണ്. വീടുകൾ തോറും കയറിയിറങ്ങി കൊലയാളിയെ തിരയുകയാണ് പോലീസ്. എന്നാൽ കൊലയാളിയെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. കിർക്കിന് വെടിയേറ്റത് പിൻഭാഗത്ത് നിന്നാണ്. കൃത്യമായ പരിശീലനം ലഭിച്ച സ്നൈപ്പറാണ് കൊലയാളിയെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കിർക്കിന്റെ കൊലപാതകത്തിന് പിന്നാലെ 71-കാരനായ ജോർജ് സീൻ എന്നയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കൂടാതെ സക്കറിയ ഖുറേഷി എന്നയാളെയും കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു. ഇവരല്ല കൊലയാളികൾ എന്ന നിഗമനത്തിൽ രണ്ടുപേരെയും വിട്ടയക്കുകയാണ് ഉണ്ടായത്. ലോക്കൽ പോലീസിനൊപ്പം FBI-യും കൊലയാളിയെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. യൂട്ടായിലെ ഓറമിലുള്ള യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്യാമ്പസ് പരിപാടിയിൽ തോക്ക് ആക്രമണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് വെടിയേറ്റത്. വെടിയേൽക്കുന്നതിന് തൊട്ട് മുമ്പ് US-ലെ ട്രാൻസ്ജെൻഡർ കൂട്ടവെടിവെപ്പുകളെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് കിർക്ക് മറുപടി നൽകിയിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ എത്ര ട്രാൻസ്ജെൻഡർ അമേരിക്കക്കാർ കൂട്ടവെടിവെപ്പുകാരായിട്ടുണ്ട് എന്ന് താങ്കൾക്കറിയാമോ എന്ന ഒരു ചോദ്യത്തിന് അത് ഒരുപാട് കൂടുതലാണ് എന്നായിരുന്നു കിർക്ക് മറുപടി നൽകിയത്. 31-കാരനായ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുയായിയായും ടേണിംഗ് പോയിന്റ് USA എന്ന സംഘടനയുടെ സ്ഥാപകനുമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ ട്രംപിലേക്ക് അടുപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യക്കെതിരെയും H-1B വിസകൾക്കെതിരെയും കടുത്ത നിലപാട് പ്രചരിപ്പിച്ചിരുന്നു. ഏറെ പ്രചാരമുള്ള പോഡ്കാസ്റ്റുകളുടെ അവതാരകനാണ് അദ്ദേഹം. ഏറെ പ്രിയപ്പെട്ട വ്യക്തിയാണ് നഷ്ടപ്പെട്ടതെന്ന് ട്രംപ് പ്രതികരിച്ചു. മരണവാർത്ത ഡൊണാൾഡ് ട്രംപാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത്. അമേരിക്കയിലെ യുവാക്കളുടെ ഹൃദയത്തെ ചാർലിയേക്കാൾ മറ്റാർക്കും നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വെടിയൊച്ച മുഴങ്ങിയതിന് പിന്നാലെ കഴുത്തിന്റെ ഇടതുവശത്തുകൂടി ചോര ഒഴുകിയതാണ് പിന്നീട് ചടങ്ങിലെത്തിയവർ കണ്ടത്. അമേരിക്കൻ തിരിച്ചുവരവ് എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ പതിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെ കിർക്കിന് നേരെ വെടിവെപ്പ് ഉണ്ടായി. കിർക്ക് തന്റെ കഴുത്തിൽ പിടിക്കുന്നതും രക്തം വാർന്നൊലിക്കുന്നതും കണ്ടപ്പോഴാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതരാവസ്ഥ മനസ്സിലായത്. തുടർന്ന് വിദ്യാർത്ഥികൾ നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ചാർലി കിർക്കിന് വെടിയേറ്റ സംഭവം ദാരുണമാണെന്ന് FBI ഡയറക്ടർ കാഷ് പട്ടേൽ പറഞ്ഞു. കിർക്കിന്റെ കൊലപാതകത്തിൽ ഒരാൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് യൂട്ടാ ഗവർണർ സ്പെൻസർ കോക്സ് പറഞ്ഞു. വേറെ ആർക്കെങ്കിലും പങ്കുണ്ടെന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ലെന്ന് അദ്ദേഹം ബുധനാഴ്ച പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ അറിയുന്നവർ മുന്നോട്ട് വരണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിക്കുകയും ചെയ്തു. സദസ്സിൽ നിന്ന് ഒരാൾ ചോദ്യം ചോദിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വെടിയൊച്ച കേട്ടതെന്ന് യൂട്ടാ മുൻ കോൺഗ്രസ് അംഗം ജേസൽ ഷഫേഴ്സ് പറഞ്ഞു. ചാർലി പിന്നോട്ട് പോയപ്പോഴാണ് വെടിയേറ്റതെന്നാണ് മനസ്സിലായത്. ഒന്നിലധികം വെടിയൊച്ചകൾ കേട്ടില്ല. ഒരു തവണ മാത്രമാണ് വെടിയുതിർത്തത്. പരിപാടിക്ക് സുരക്ഷ കുറവായിരുന്നുവെന്നും ചെറിയ പോലീസ് സാന്നിധ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.